ഗായ്സ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആക്ച്വലി ഞാൻ എന്നുള്ള ഒരു കുപ്പി ബിയർ മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷേ ഞാൻ പോലീസ് കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തിയില്ല. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫേമസ് പേഴ്സൺ അല്ല. അപ്പോൾ പോലീസിന്റെ സാറിന്റെ ലൈറ്റൊക്കെ എൻ്റെ മുഖത്ത് അടിച്ചാൽ എല്ലാവരും എന്നെ കാണില്ല. അപ്പം എല്ലാവരും എന്നെ ശ്രദ്ധിക്കും, എല്ലാവരും എന്നെ അടുത്തേക്ക് കൂട്ടമായി വരും. അപ്പം എനിക്ക് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്താതെ നേരെ എൻ്റെ വീടിന് മുന്നിൽ പോയി നിർത്തിയത്. സംഭവം എന്താണെന്നല്ലേ, നമ്മൾ ഈ കാറിന്റെ ഉള്ളിൽ കയറി കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്കിയിട്ടുന്ന ട്രോൾ എന്നൊരു ചേച്ചിയില്ലേ, നമ്മുടെ ഹേലനോസ് പാട്ട് തന്നെ. അപ്പോൾ ആൾ ഇന്നലെ എവിടെയോ പോയി ഒരു ബീറൊക്കെ അടിച്ച് ജസ്റ്റ് ആ കൈയോടെ വണ്ടി എടുത്ത് ഇങ്ങ് പോന്നു. പക്ഷേ പ്രശ്നം പറ്റിയത് എവിടെയാന്ന് വെച്ചാൽ വണ്ടി എടുത്ത് പോരുന്ന വഴിക്ക് ഫേമസ് ആയതുകൊണ്ടാണോ എന്തോ ആള് പോലീസ് കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തിയില്ല, നേരെ എടുത്ത് അങ്ങ് വീട്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെ വെച്ചാണ് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൾ മറുപടി കൊടുക്കുന്നത്. ഇതിൽ രസകരമായ വേറൊരു കാര്യം കൂടി ഉണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ആക്ച്വലി ഞാൻ എത്ര ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പോലീസ് വന്നപ്പോൾ ഞാൻ ബ്രീത്ത് അനലൈസിങ് ഒക്കെ ചെയ്തു, അതിനൊക്കെ ഞാൻ അവർക്ക് സഹകരിച്ച് കൊടുത്തല്ലോ, ഞാനത്ര ഫേമസ് ആയിട്ട് ഞാനത് ചെയ്തല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് രസം ഉണ്ടായത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് വാർത്തകൾ അങ്ങ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഹെലനോസ് പാട്ടയുടെ വണ്ടിയിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു, മാരകമായിട്ടുള്ള ഡ്രഗ്സ് ആയിരുന്നു അവ എന്നൊക്കെ ഉള്ള ഒരു വ്യാജ വാർത്തകളും, ശരിയാണോന്ന് അറിയില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ പുള്ളിക്കാരി വീണ്ടും രംഗത്തെത്തി. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആളെന്ത് ചെയ്തു, ഗൈസ് എല്ലാവരും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് നോക്കൂ, ഇതാണ് എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട്. ഇത് ഞാൻ ഒരു ഡ്രഗ്സും എടുത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല എന്തിനാ എല്ലാവരും ഇങ്ങനെ എന്നെ ട്രോൾ ചെയ്യുന്നത്, എന്നെ ഇങ്ങനെ മോശം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഞാൻ അവിടെ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബിയർ അടിച്ച് വണ്ടി ഓടിച്ചു, പിന്നെ പോലീസ് കൈ കാട്ടിയപ്പോൾ ഞാൻ നിർത്തിയില്ല, അത്രയും ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? വേറൊരു കാര്യം കൂടി ഓർക്കണം, ഇതേ പുള്ളിക്കാരി തന്നെയാണ് 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ തൊപ്പിയുടെ കേസ് വന്നപ്പോൾ എന്താ തൊപ്പി നിനക്ക് വീട്ടിലിരുന്ന് വെള്ളം അടിച്ചൂടെ, എന്തിനാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചെറിയ വ്ലോഗ് ചെയ്യുന്നത്. നിഹാദെന്ന നന്മമരം വീഴുന്നു. പക്ഷേ അതും അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് സ്പാട്ട ചേച്ചിയോടാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾ വെള്ളമടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് അതത്ര നല്ല കാര്യമല്ല. പക്ഷേ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ അതൊരു തെറ്റാണ്. പിന്നെ വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് കൈ കാണിച്ച് നിർത്താതിരുന്നാൽ അതും ഒരു തെറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്തായാലും ഈ വാർത്ത നമ്മുടെ തൊപ്പിക്കും ജാസിക്കും ഒരു ഉത്സവം തന്നെ ആയിരിക്കും. എന്തായാലും തൊപ്പിക്കും ജാസിക്കും ഇതൊരു ഉത്സവം തന്നെ ആയിരിക്കും. സംഭവം എന്താന്നല്ലേ, കുറച്ച് കാലായിട്ട് തൊപ്പിയും ജാസിയും ഒക്കെ ആണല്ലോ ഇവരുടെ ട്രോളുകളുടെ പ്രധാന താരങ്ങൾ. ആരാധകരെ പേടിച്ച് വണ്ടി നിർത്താതെ പോയപ്പോ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നതും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കൈ കാണിച്ചാൽ നിർത്തുന്നതും ഒരു മാന്യതയാണെന്നും അതും നിയമപരമാണെന്നും ചിന്തിച്ചില്ലേ? സംഭവം എന്തായാലും ഇൻഡയറക്ട്ലി എന്നെ കണ്ട കിണ്ണം കട്ടവനാണെന്ന് തോന്നുവോ എന്ന് ചോദിക്കുന്ന ഒരു ടോൺ ഉണ്ട്. ഇതൊക്കെ എന്ത്